എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്പ മസാലയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് വൈകുന്നേരം ചായ സമയത്തോ അതല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് വെറുതെ കഴിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ചായയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. കൂടാതെ കഞ്ഞിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു കുഴഞ്ഞ രീതിയിലാണ് ഈ തട്ടുകട സ്റ്റൈലിലുള്ള ഈ കപ്പ മസാല തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഡിഷ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. കപ്പ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോ ഉണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ 2 കപ്പ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊത്തിയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ കൊത്തി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 കപ്പയും കൊത്തിയെടുക്കട്ടെ. ഇങ്ങനെ കൊത്തി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് നാരും ഒട്ടും പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടുത്ത കപ്പയും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനത്തെ 2 കപ്പയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ കപ്പ കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ പാല് പോലെയുള്ള ഈ വെള്ള കളർ മാറുന്നവരെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. കപ്പയുടെ കട്ടൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. അങ്ങനത് 1-2 പ്രാവശ്യം കഴുകിയെടുത്തപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. കപ്പ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ സ്റ്റവിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 നുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എപ്പോഴും വെള്ളം വെക്കുന്ന സമയത്ത് കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കണം. ഇനി നമുക്കിത് നന്നായൊന്ന് വേവിച്ചെടുക്കാം. ഒരു തിള കഴിഞ്ഞ ശേഷം ഒട്ടും വേവാതെ ഇരുന്നപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ കുക്കറിൽ വെച്ച ശേഷം ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കപ്പയൊക്കെ നന്നായി വെന്ത് കിട്ടിയോ എന്നുള്ളത് നോക്കാം. ഇതാ ഇപ്പോൾ കപ്പയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. കപ്പ മസാലയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, 2 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി, 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. തക്കാളിയും സവാളയും പച്ചമുളകും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കപ്പ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കടുകാണ്. അങ്ങനത്തെ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഞാൻ ഇതിന് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. ഇത് നന്നായി വഴറ്റി യോജിപ്പിക്കാം. കപ്പ മസാല ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണെങ്കിൽ നല്ല കപ്പയുടെ കൂടെയൊക്കെ നന്നായി പൊതിഞ്ഞ് ഇരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കപ്പ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതാണ്. ഒന്ന് വഴണ്ട ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി മൊരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച ശേഷം പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ ഇതിലേക്ക് ഡബിൾ ഓട്സിൻ്റെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇതൊരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം പൊടികളെല്ലാം നന്നായി വഴറ്റി യോജിപ്പിക്കാം. പൊടികളുടെയൊക്കെ നല്ലൊരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. എപ്പോഴും പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ കുരുമുളക് പൊടിയും ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. അതിന് പൊടികളൊക്കെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളിയാണ് ചേർക്കേണ്ടത്. അങ്ങനെ തക്കാളിയും ചേർത്തിട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ് നന്നായൊന്ന് ഉടച്ചെടുക്കാം. ചില കപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ ഈ കപ്പ് കുക്കറിലിട്ടപ്പോഴാണ് വെന്ത് കിട്ടിയത്. ഞാനിവിടെ ഇപ്പോൾ ഒരു പൊട്ടറ്റോ മാഷർ യൂസ് ചെയ്തിട്ടാണ് ഇത് മാഷ് ചെയ്തെടുക്കുന്നത്. നന്നായി വെന്തുകൊണ്ട് തന്നെ പെട്ടെന്ന് മാഷായി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർക്കാം. ഇത് തിളച്ച വെള്ളമാണ്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർക്കാം. ഞാനത് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഈ കപ്പയും മസാലയിട്ട് നന്നായി മിക്സായി വരണം. മസാലയെല്ലാം കപ്പയിൽ നന്നായി പൊതിഞ്ഞ രീതിയിലാവുന്നവരെയാണ് വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നോൺ വെജ് കഴിക്കാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കപ്പ ബിരിയാണിനേക്കാളും ടേസ്റ്റാണ് ഈ ഒരു കപ്പ മസാലയ്ക്ക്. ചില കപ്പ ഉപ്പ് ചേർത്ത് വേവിക്കുകയാണെങ്കിൽ വേവാതെ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും. പക്ഷേ എൻ്റെ കപ്പ ഉപ്പ് ചേർക്കാഞ്ഞിട്ട് പോലും വേവാതിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുക്കറിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചത്. വെള്ളമൊക്കെ വറ്റി ഒരു കുഴഞ്ഞ രൂപത്തിലാവുന്നവരെയാണ് നമുക്കിതിന് വറ്റിച്ചെടുക്കേണ്ടത്. അതിനത് കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെ നമുക്ക് വേവിച്ചെടുത്താൽ മതി. അതിനത് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇരുന്ന് കഴിയുമ്പോൾ അതൊന്നും കൂടി ഒന്ന് തിക്കായി വരുന്നതാണ്. അപ്പോൾ ഇനി കപ്പ കിട്ടുന്ന സമയത്ത് ഈ ഒരു ഇതിലൊന്ന് കപ്പ മസാല ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ് ഈ കപ്പ മസാല. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളക് കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ചെറുനാരങ്ങ നീരൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മതി. നമുക്ക് ആ എരിവും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈല് കപ്പ മസാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.